ഇത് എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു അനുഭവമാണ് പറയാൻ പോകുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു കോഴികളെ കീരി പിടിച്ച കാര്യം. അപ്പോൾ അതിലിപ്പോൾ ഇവന് കുറച്ച് പരിക്ക് കൂടുതലായിരുന്നു. ചിറകിൻ്റെ ഭാഗത്തൊക്കെ ചെറുതായിട്ട് കടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണമൊന്നും എടുക്കില്ലായിരുന്നു. നമ്മൾ തന്നെ വെച്ചെടുക്കുക. 2-3 ദിവസമായി ഇപ്പോൾ ഇങ്ങനെ വായിൽ വെച്ച് കൊടുത്ത് വെള്ളമൊക്കെ സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ വായിൽ വെച്ച് കൊടുക്കുക ചെയ്യൽ. അപ്പോൾ ഇന്ന് അവനെ നോക്കിയപ്പോൾ ഭക്ഷണമൊന്നും തീരെ കഴിക്കാൻ വയ്യ. ഇപ്പോൾ 3-ാമത്തെ ദിവസമാണിത്. തീരെ കഴിക്കാൻ വയ്യ. കഴിക്കുന്നതൊക്കെ ഒരു കഫം പോലെ ഇങ്ങനെ പുറത്ത് ഛർദ്ദിക്കുന്ന പോലെയാണ്. ഇത് കണ്ടപ്പോൾ നമുക്ക് സങ്കടമായിട്ട് വേഗം തൊട്ടടുത്ത് തന്നെ മൃഗാശുപത്രി ഉള്ളത്. ഒരു 10 മണി സമയമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ തന്നെ മൃഗാശുപത്രിയൊക്കെ പോയി നോക്കി. അപ്പോൾ ഇന്നവിടെ പോയപ്പോൾ ഡോക്ടർ ഇല്ലായിരുന്നു. ഡോക്ടർ നാളെ വരുമെന്നാണ് പറഞ്ഞത്. അതേപോലെ ഇപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ നമ്മളിവരെ കീരി കടിച്ച ദിവസം തന്നെ ഞാൻ ഇവരുടെ ഹോസ്പിറ്റലിൽ മൃഗാശുപത്രിയിൽ പോയപ്പോഴും ഇതേ ഒരു അനുഭവം തന്നെ ഉണ്ടായിരുന്നു. അന്നും ഡോക്ടർ ഇല്ലായിരുന്നു. അന്ന് പിന്നെ അവിടെയുള്ള അറ്റൻഡർ നോക്കിയിട്ടാണ്. അതും ഞാൻ ചെന്നപ്പോൾ അവരെന്തോ വർക്കിലായിരുന്നു. അപ്പോൾ ഞാനിതിങ്ങനെ പറഞ്ഞു കീരി കടിച്ചതാണ്. ഇവരെ മേത്തുനിന്നൊക്കെ ചോര അങ്ങനെ വരുന്നുണ്ട്. മറ്റേ വെള്ളക്കോഴിക്കുട്ടിൻ്റെ മുഖത്തു നിന്നൊക്കെ കഴുത്തിൻ്റെ അവിടെ വെട്ടിയിട്ട് ഇങ്ങനെ ചോര വരുന്നുണ്ട്. അപ്പോൾ ഇവരിത് കണ്ടിട്ട് അവിടെ നിന്ന് കസറിൽ നിന്ന് നീച്ച് വരില്ല. അവിടെ ഇരുന്ന് അവർ വർക്ക് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ നോക്കാൻ ആരെങ്കിലും കുറച്ച് സീരിയസ് ആണ്, വയ്യാതെ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ ശ്രദ്ധിക്കാനുള്ളൊരു അവർ കാണിച്ചില്ല. ഇങ്ങനെ നമ്മൾ ഒരു ചെറുതായൊരു ദേഷ്യപ്പെടുന്ന പോലെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആരെങ്കിലും നോക്കാനുണ്ടോ, ഇവർ സീരിയസ് ആയിട്ട് നിൽക്കുകയാണ്, ഇപ്പോൾ കീരി വെട്ടിയാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇതിൽ പറഞ്ഞപ്പോഴാണ് അവർ വന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ അതുപോലെ തന്നെ അന്നും മരുന്ന് വെച്ചു. അതേപോലെ ഒരു ആൻറ്റിബയോട്ടിക് മരുന്ന് തന്നു. പിന്നെ നമ്മൾ വീട്ടിൽ പോയി നോക്കിയപ്പോഴാണ് എല്ലാ ഭാഗത്തും മരുന്ന് വെച്ചില്ലായിരുന്നു. അപ്പോൾ വീണ്ടും പോയി എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്പോഴൊരു ഇത് ചെയ്ത് തന്നു. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ പോയപ്പോൾ ഇവങ്ങനെ കഴിച്ചതൊക്കെ ഇങ്ങനെ കഫം പോലെ ഛർദ്ദിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരതിനെ നോക്കാൻ വേണ്ടി പറഞ്ഞില്ല. ആൻറ്റിബയോട്ടിക് തന്നു എന്നും ഇനിയിപ്പോൾ നാളെ ഡോക്ടർ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ മലപ്പുറത്തോടെല്ലാം പോയി കാണിക്കേണ്ടി വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു ഇതിൽ നമ്മൾ പോയി ചെല്ലുമ്പോൾ ആ കോഴിനെ നോക്കാനുള്ളൊരു ഇതെങ്കിലും കാണിക്കില്ല. അതും കൂടെ അവിടെ കാണിച്ചില്ല. അവരുടെ കസാലയിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞ് നമ്മൾ പോന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു അനുഭവിക്കുന്നുണ്ടായ അനുഭവമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ഉണ്ടായിരുന്നോ എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ നമുക്കൊരു ഭയങ്കര സങ്കടമായി ഇപ്പോൾ അത്. പക്ഷേ ഇപ്പോൾ കോഴിക്കുട്ടി ഏകദേശം റിക്കവറായി റെഡിയായി വരുന്ന ഭക്ഷണമൊക്കെ എടുത്ത് റെഡിയായി. എന്തായാലും ഇനി അവന് മാറ്റില്ലെങ്കിൽ ഒരു പ്രൈവറ്റ് മൃഗാശുപത്രിയിൽ പോയി കാണിക്കാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് ഇവനൊക്കെ ഏകദേശം റെഡി ആയതിപ്പോൾ.